ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വേറെ ഒരു പുതിയ വീഡിയോയിലേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പനിക്കൂർക്കയില അഥവാ കഞ്ഞിക്കൂർക്കയില, ഞവരയില, ഇങ്ങനെ പല പേരിലും അറിയപ്പെടും കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഇത് കുട്ടികൾക്ക് എങ്ങനെ, കുറച്ച് ചെറിയ കുട്ടികൾക്ക്, കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാം, അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുകൊണ്ട് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പനി, ജലദോഷം, കഫക്കെട്ട്, വയറുവേദന, ചുമ, ഇതിനൊക്കെ ഇത് നല്ല ഒരു മരുന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു തണ്ടെടുത്ത്, ഇത് പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ചാക്കിലാണ് നട്ടിട്ടുള്ളത്. ചെറിയൊരു പാത്രത്തിലോ തറയിലോ എവിടെ വെച്ചാലും പെട്ടെന്ന് വളരും. എല്ലാവരും ഒന്ന് എടുത്ത് ഇത് വെക്കണം. ഇത് വയറുവേദനക്ക്, ചുമക്ക് എല്ലാം നല്ലതാണ്. ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് അസ്ഥികൾക്ക് ബലം കിട്ടാനും എല്ലാം നല്ലതാണെന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് ഇത് തിരുമ്പിയിട്ട് അത് മണപ്പിക്കുന്നത് മൂക്കടപ്പ് കുറയാനും നല്ലൊരു മരുന്നാണ്. അപ്പോൾ ഞാനിതിൻ്റെ കുറച്ച് ഇല എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല വെള്ളം ഒഴിച്ച് നല്ല കഴുകണം. ആദ്യം ഇതിൽ മണ്ണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായി കഴുകിയിട്ട് വേണം ചെയ്യാൻ. കഴുകിയിട്ട് അതിൽ നിന്നും ഒരു 2-3 ഇല എടുത്തിട്ട് ഒരു കയിലിൽ വെച്ചിട്ട് ഇങ്ങനെ ആവി കൊള്ളിക്കുക. ആവി പിടിക്കുമ്പോൾ അത് പിഴിയുമ്പോൾ പെട്ടെന്ന് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ചാലും മതി. അപ്പോൾ ഇത് നല്ല വാടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കാം. പെട്ടെന്ന് ഒരു കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കയ്പോ ബുദ്ധിമുട്ടൊന്നുമില്ല കുടിക്കാൻ. പിന്നെ ചവർപ്പൊന്നും ഇതിനില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ഇതിൽ കുറച്ച് തേൻ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കാം. പിന്നെ ഒരു 3-4 വയസ്സായ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയും കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലൊരു 3-4 ഇല ഇട്ടിട്ട് തിളപ്പിച്ച് ആ ഇല കളർ മാറുമ്പോൾ, വാടി വരുമ്പോൾ കളറിന് വേണ്ടിയിട്ട് ഇത്തിരി ചായപ്പൊടി വേണമെങ്കിൽ ഇടാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇങ്ങനെ കുടിക്കാം. ടേസ്റ്റിയാണ്. നമ്മൾ പുതിന ചായയൊക്കെ വെക്കുന്ന അതേപോലെയൊക്കെ തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ് കുടിക്കാൻ. പിന്നെ ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് 2 നേരം കുടിക്കുന്നത് ഒക്കെ നല്ലതാണ്. അസ്ഥികൾക്ക് ബലം കിട്ടാനും പിന്നെ വയറിളക്കത്തിനും എല്ലാം നല്ലതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു ചെടി വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം. അപ്പോൾ എല്ലാവർക്കും ബൈ.